പി കെ ഫിറോസ് വാർത്താ സമ്മേളനത്തിലുടനീളം കുറേ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ അത് ദുബായിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ചില കാര്യങ്ങൾ മറുപടി പറയേണ്ടതില്ല എന്ന രൂപത്തിൽ പ്രതികരിച്ചത്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതായത് ഒരു വെപ്രാളം കൊണ്ടാണ് ജലീൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ജലീലിനെതിരെ മലയാളം സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതി, അതിൻ്റെ തെളിവുകൾ തനിക്ക് ലഭിക്കുന്നേയുള്ളൂ, 3-4 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ വിവരം ജലീലിന് അറിയാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വെപ്രാളം എന്ന രൂപത്തിലാണ് മറുപടിയായി വരുന്നത്. പക്ഷേ ജലീൽ കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കൊപ്പത്ത് അദ്ദേഹത്തിനുള്ള റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് അത് താൻ എന്തോ കണ്ടുപിടിച്ച ഒരു തെളിവായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കൊപ്പത്തൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു, അദ്ദേഹം അവിടെ പോയി ആ തെളിവ് കണ്ടുപിടിക്കുന്ന അവിടെ തന്നെ പോയി ഭക്ഷണം കഴിച്ച് അവിടുത്തെ ജീവനക്കാർക്കൊപ്പം പടമെടുത്ത് അത് ഫേസ്ബുക്കിലൂടെ ഇട്ട് ഒക്കെയാണ് അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാണ് പി കെ ഫിറോസ് അതിന് മറുപടി നൽകുന്നത്. കാരണം അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ CPM അടക്കം നേതാക്കളെ ക്ഷണിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. അവിടുത്തെ MLA അടക്കം ക്ഷണിച്ചു എന്നുള്ള കാര്യം പറയുന്നു. അത് ബിനാമി ആണ് നടത്തുന്നത്, പി കെ ഫിറോസിൻ്റെ ബിനാമിയാണ് എന്നാണ് ജലീൽ പറഞ്ഞിരുന്നത്. അതിന് പി കെ ഫിറോസ് പറയുന്നത് അതിൻ്റെ ബിനാമിയല്ല, തൻ്റെ പാർട്ട്ണറുടെ പേര് മുഹമ്മദ് അഷ്റഫാണ് പാർട്ട്ണർ എന്ന് പറയുന്നു. എന്നിട്ട് ആ പാർട്ട്ണറുടെ വീട്ടുപരിസരത്ത് പോയി അന്വേഷിക്കുകയാണ്. അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ആരാണ് ഈ മുഹമ്മദ് അഷ്റഫ് എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ജലീൽ എന്നുള്ളതാണത് പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇന്ന് പി കെ ഫിറോസ് പറഞ്ഞ ഒരു കാര്യം. ഇപ്പോൾ ആ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ്, അതുകൊണ്ട് ആ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഉള്ളത്. പക്ഷേ താനും അതിൻ്റെ പങ്കാളിയാണെന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ജലീൽ ഒരു പുതിയ കാര്യം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണെന്ന് പറയുന്നു. ഇനി ദുബായിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ജോലിയുണ്ട് എന്ന് പറയുന്നു. ജോലിയല്ല, അത് ബിസിനസ് തന്നെയാണെന്ന് പറയുന്നു. 3 മാനേജർമാരാണുള്ളത്, അതിലൊരു മാനേജറാണ് അദ്ദേഹം എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ മറ്റ് വിവരങ്ങൾ ഞാൻ പറയേണ്ടതില്ല, അത് പുറത്തേക്ക് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന സ്വാഭാവികമായൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതൊരു പക്ഷേ ലീഗിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം, ഞാൻ പി കെ ഫിറോസിനെ വിളിക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് എനിക്കറിയാൻ കഴിഞ്ഞില്ല. പുറത്ത് ബിസിനസ്സുള്ള അതായത് ഈ അറബ് കൺട്രികളിൽ ജോലിയുള്ളവർ അവിടെ ഒരുപക്ഷെ ഒരു അറബിയുടെ പേരിലൊക്കെ ആയിരിക്കും ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും മാനേജർ എന്ന തസ്തികയായിരിക്കും അതിൽ എഴുതി വെക്കുക എന്നാണ്. എംപ്ലോയീസ് സ്റ്റാറ്റസിൽ അവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ, ആ രൂപത്തിലാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിലൊരു എന്താ പറയുക രഹസ്യ സ്വഭാവമില്ല എന്ന് ലീഗിൽ ചില നേതാക്കൾ പറയുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ എല്ലാവർക്കും ദുബായിലെ ബിസിനസ് എങ്ങനെയാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് പറയേണ്ടതുണ്ട്. ഇനി അദ്ദേഹത്തിന് UK വിസയുണ്ട്, അദ്ദേഹത്തിന് USA വിസയുണ്ട് എന്ന കാര്യമൊക്കെ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ശരി, അദ്ദേഹത്തിന് ദാരിദ്ര്യമുള്ള ഒരു കാലമുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് വീട് വെക്കാൻ പോലും കടമുണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നല്ലോ എന്ന കാര്യവും നേരത്തെ ഫേസ്ബുക്കിലൂടെ ജലീൽ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം നമുക്കൊക്കെ അറിയുന്ന സാമൂഹ്യ പ്രവർത്തകനായ ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനോട് കടം വാങ്ങിയ കാര്യവും ആ പണം കുറേ വൈകിയാണ് തിരിച്ചു കൊടുത്തത്, അത് കൊടുക്കാൻ കഴിയാതിരുന്നൊരു കാലമായിരുന്നു, അത് പിന്നീട് അദ്ദേഹം തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യമടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ബുദ്ധിമുട്ടിയിരുന്ന ഒരാൾക്ക് പിന്നീട് ഒരു ബിസിനസ് നടത്തി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൂടാ എന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കാത്തവരല്ല ഇപ്പോൾ ലീഗിലെ മാത്രം കുറച്ച് ആളുകൾ ബിസിനസ് നടത്തുന്നു, ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ ബിസിനസ് അല്ലാതെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായി കഴിയുന്നു. ഇനി മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായ ആൾ എങ്ങനെയാണ് അവിടെ പോയി മറ്റ് ജോലിക്ക് സമയം കണ്ടെത്തുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ഇതൊന്നും ജലീലിനോട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ അതിൽ കൃത്യമായി നിൽക്കുക, അതിനപ്പുറം ജീവിക്കാനുള്ള വഴി സ്വയമായി കണ്ടെത്തുന്നെങ്കിൽ അതാണ് നല്ലത്. പലരും അഭിഭാഷകരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്, അതിനുള്ള ശമ്പളം വാങ്ങുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ബിസിനസ് എന്നുള്ളത് നേരായ വഴിക്കാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. അതൊരു പ്രധാനമായ വിഷയമായി അവിടെ നിൽക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ജലീലിൻ്റെ രാജിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ട് അത് കോടതിയിലേക്ക് എത്തി, ഹൈക്കോടതിയിലടക്കം ഹർജി നൽകി, ഒരു നിയമ പോരാട്ടം നൽകി അതിന് പിന്നാലെ നടന്ന ആളാണ് പി കെ ഫിറോസ്. അതിലുള്ള ഒരു വൈരാഗ്യം സ്വാഭാവികമായും ജലീലിനുണ്ട്. അതിനുശേഷം അത് ബന്ധു നിയമന വിവാദത്തിൽ എല്ലാ ഘട്ടത്തിലും അത് ബന്ധു നിയമനത്തിൽ എന്ത് ന്യായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് നമ്മൾക്കറിയാവുന്നതാണ്. ആ ബന്ധു നിയമനം എന്നുള്ള നിയമനം തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ തന്നെ മാറ്റി എഴുതുകയായിരുന്നല്ലോ അതിൽ ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് 2018. അപ്പോൾ
ആ രാജിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധമുണ്ടായി. പിന്നെ നമ്മൾ കണ്ടത് ജലീലുമായി ബന്ധപ്പെട്ട ഖുറാൻ വിവാദമായിരുന്നു. ഖുറാനിലൂടെ സ്വർണം കടത്തി എന്നൊക്കെയുള്ള വിവാദം. അത് ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം. അന്ന് പക്ഷേ ചോദ്യം ചെയ്യലിനടക്കം ഹാജരായി എൻഐയുടെ മുന്നിലെത്തുന്നു. അന്നൊന്നും നമ്മൾ ജലീൽ സ്വർണ്ണക്കടത്തുകാരനാണെന്നൊന്നും നമ്മൾ സംശയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ജലീലിൻ്റെ പ്രതികരണങ്ങളും ജലീലിൻ്റെ രീതികളുമൊക്കെ വേറെ രൂപത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയങ്ങൾ തുടക്കത്തിൽ തന്നെ നോക്കൂ. ജലീൽ ഒരു വാർത്താസമ്മേളനം നടത്തി. ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണം പ്രത്യാരോപണമായി അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഖുറാൻ എടുത്ത് സത്യം ചെയ്യുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല എന്ന്. ഒരു പൊതുപ്രവർത്തകൻ എന്തിനാണ് ഖുറാൻ എടുത്ത് സത്യം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് മുന്നിൽ? അങ്ങനെയാണോ അതിൻ്റെ ഒരു രീതി? ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പുറത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഖുറാൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിശ്വാസമാണ്. അത് ജനങ്ങളോട് പറയുമ്പോൾ ഖുറാൻ തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന് മുഴുവൻ പൊതുജനം വിശ്വസിക്കണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ മോദി ഭഗവത്ഗീതയുമായിട്ട് നടക്കുമോ? അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുക? ഒരാൾക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണോ വരേണ്ടത് ജനങ്ങൾക്ക് മുന്നിൽ? അതൊരു ചോദ്യമല്ലേ? അപ്പോൾ അങ്ങനെയാണ് ജലീൽ അതിനെ കാണുന്നത്. അതിവൈകാരികമായി പ്രതികരിക്കുക, ഫേസ്ബുക്കിലൂടെ യുദ്ധം നടത്തുക, അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുക. പക്ഷേ ഡോക്ടറിൻ്റെ ചർച്ചയിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ സംസാരിക്കാൻ? റിപ്പോർട്ടിൽ വന്നിട്ടില്ല, 24 അല്ല, ഈ വിഷയത്തിൽ എനിക്കറിയില്ല. പൊതുവെ അദ്ദേഹം അങ്ങനെ ഒരു ചർച്ചയിലേക്കോ അങ്ങനെ ഒരു ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഒരു ചർച്ച രൂപത്തിലേക്ക് മുമ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വന്നായി ഞാൻ കണ്ടിട്ടില്ല. അല്ല, അതിലുണ്ട്, അതിൽ അദ്ദേഹത്തിന് നല്ല വ്യക്തതയുമുണ്ട്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന വ്യക്തതയുണ്ട് അദ്ദേഹം പറയുന്നു. പക്ഷെ എല്ലാ കാര്യത്തിലും അങ്ങനെ വന്നിട്ടില്ല. ബന്ധു നിയമത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ് ബുദ്ധിമുട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊരു ശരിയായ സമീപനമാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. മറിച്ച് ലീഗ് നേതൃത്വം, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കൊരു വലിപ്പം ജലീലിന് നൽകേണ്ടതില്ല, ജലീൽ അങ്ങ് പറഞ്ഞു പോകട്ടെ എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. നമ്മൾക്കറിയുന്നത് പോലെ CPIM-ഉം ഈ വിഷയം അങ്ങനെ ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ചർച്ചയ്ക്കൊക്കെ പ്രതിനിധി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഗൗരവത്തിലെടുക്കുന്ന വലിയൊരു ആരോപണമായി CPM അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരാണതിൽ കൃത്യമായി പ്രതികരിക്കുക. അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് CPM-ഉം പോയിട്ടില്ല. ഇനി ബിസിനസ് ചെയ്യുന്ന രാഷ്ട്രീയക്കാർ എന്നത് വലിയൊരു വിഷയമായി ഉന്നയിക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചും PV അൻവർ എന്ന ബിസിനസ്സുകാരനെ ഇവിടേക്ക് ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുകയാണ്. PV അൻവർ ബിസിനസ്സുകാരായിരിക്കുമ്പോഴാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം പോലും അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം പ്രചാരണത്തിന് സമയത്തിന് എത്താതിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ജയിപ്പിച്ചു. അതൊക്കെ നമ്മൾ കേരളം കണ്ടതാണല്ലോ. അപ്പോൾ മണിക്കൂർ സംബന്ധിച്ച് ഇവിടെ ചെലവഴിക്കുന്ന സമയം, ദുബായിൽ ചെലവഴിക്കുന്ന സമയം, അതൊന്നും ആലോചിച്ചിട്ട് ഏതായാലും ജലീൽ തലമുണ്ടാക്കേണ്ട. പക്ഷെ അതേസമയം ഒരു ആരോപണം ഉയരുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് ജലീലിനോടുള്ള മറുപടി മാത്രമല്ല, ജനങ്ങളോടുള്ള മറുപടിയും കൂടിയാണ്. ജനങ്ങളോട് നിങ്ങൾ അത് അറിയേണ്ട എന്നാണോ PK ഫിറോസ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ദുബായിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ പറയുന്ന 5.5 ലക്ഷം എന്നുള്ള സാലറി എന്നുള്ളത് ജലീൽ പറയുന്ന ആരോപണമാണ്. അത്രയ്ക്കൊന്നും എംപ്ലോയ്മെന്റ് കാർഡിലുണ്ട്, അദ്ദേഹത്തിന് അത്രയില്ല എന്ന് അദ്ദേഹം പറയുന്നു. വിസ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ സാലറി കൂട്ടി എഴുതുന്ന ഒരു രീതി ഉണ്ട് എന്നുകൂടിയാണ് ലീഗിലെ ചില നേതാക്കൾ പറയുന്ന ഒരു ന്യായം. അതെനിക്കറിയില്ല, അവർ പറയുന്ന ന്യായമായിട്ടാണ്. ഫിറോസിൽ നിന്നും അതിലൊരു ന്യായം കേട്ടിട്ടില്ല. ഏതായാലും ഇതിപ്പോൾ വന്നിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരം അതിങ്ങനെ മൂർച്ഛിച്ച് വരുന്ന ഒരു പ്രതികരണമായിട്ടേ കാണുന്നുള്ളൂ. അതിലേക്ക് അപ്പുറത്തേക്ക് വളർന്നിട്ടില്ല. വളർന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ കാണാം. CPM പോലും ആ രൂപത്തിൽ അതിനെ ഏറ്റെടുത്തിട്ട് ഒരു സംശയം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്നൊക്കെ മാറി നിന്ന് പറയുക മാത്രമേ CPM ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് PK ഫിറോസ് പറയുന്നുണ്ട്. അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ പോകട്ടെ. ഇപ്പോൾ കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കോടതിയിൽ സ്റ്റേയിൽ നിൽക്കുകയാണ്, മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിലും സത്യമില്ല, അതിൻ്റെ കാര്യങ്ങൾക്കും വ്യക്തത വരുത്താൻ താൻ തയ്യാറാണെന്ന് ഫിറോസ് പറയുന്നുണ്ട്. പലതവണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് രാഷ്ട്രീയ നേതാക്കളുള്ള വൈരം അത് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പക്ഷേ വ്യക്തത ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. Meet the editors.